ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു മുട്ട റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട പെട്ടെന്ന് തോട് മാറ്റാനായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊലി അതിനകത്തിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് മുട്ട തൊലിച്ചെടുക്കാൻ പറ്റും. അതിനായി ഞാനൊരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഈ വെളുത്തുള്ളി ചതച്ചതിടാം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതിടാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ റോ സ്മെല്ലെല്ലാം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇടാം. 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. മൺചട്ടി ഞാനെടുത്തത് നമ്മൾ നാടൻ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൺചട്ടി എടുത്തത്. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും മൺചട്ടിയിലാവുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തത്. നന്നായിട്ട് വഴറ്റാം. സവാള ഏതാണ്ട് നല്ല ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. നല്ല വഴണ്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് 2ആയി പിളർന്ന് വെച്ചത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില നന്നായി കഴുകി തിരുന്നതാണ് അത് ഇതിലേക്കിടാം. ഇനി ഇതിലേക്കൊരല്പം ഉപ്പിടാം. സവാള ഏതാണ്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഉപ്പിടുമ്പം കുറച്ചും കൂടി പെട്ടെന്ന് അതൊന്ന് റെഡിയായി വരും. നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളിടാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഗരം മസാല ഇടാം. ഒരല്പം പെരിഞ്ജീരകം പൊടിയിടാം. നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് നല്ല ഉടഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിടാം. അതിനകത്തൊരു കറിവേപ്പില വേണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ തക്കാളിയുടെ ജ്യൂസെല്ലാം ഇനി നന്നായിട്ട് ഇതിലോട്ട് ലയിച്ച് ചേരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അത് വഴണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ സവാള ഒന്ന് തുറന്ന് നോക്കാം. അതാ നന്നായിട്ട് നമ്മളെ തക്കാളിയെല്ലാം അതിലേക്ക് നല്ലതായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലൊഴിക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഒഴിച്ചാലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്കൊന്നുകൂടി നല്ലതായിട്ട് ഇതൊന്ന് വറ്റി വരട്ടെ. വന്നിട്ട് നമുക്കിനി അടുത്തത് ചെയ്യാം. നമ്മൾ സവാള ശരിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. മുട്ട ഞാൻ തൊലി കളഞ്ഞ് രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്ലെയിമിൽ ഇടരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സവാളയിലേക്ക് ഒരല്പം കൂടി ഉപ്പിടാം. നമ്മൾ നേരത്തെ അല്പം ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കണക്കിന് ഉപ്പിട്ട് ഇത് നന്നായിട്ട് നല്ല നമ്മളെ ഗ്രേവി അടിപൊളി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇടാം. സവാള എല്ലാം നല്ലതായിട്ട് പൊതിഞ്ഞ് ഇതിലോട്ടിട്ട് നല്ല അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ്. നമുക്കിനി സെർവ് ചെയ്യുമ്പോൾ കാണാം. നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിന്ന് ബ്രെഡിനോടൊപ്പമാണ് കഴിക്കാനിരിക്കുന്നത്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിൻ്റെ കളറ് തന്നെ കാണുമ്പോൾ അറിയാം നല്ല അടിപൊളിയാണെന്ന്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനൊരല്പം മല്ലിയില കൂടിയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ ബൈ.